ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ബേക്കറിയിലൊക്കെ കാണാറുള്ള ഈ ഒരു ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുക്കുന്നുള്ളത്. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നുള്ളത്. അതിന് പകരമായിട്ട് ഒലിവ് ഓയിലോ ബട്ടറോ എടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് മൈദപ്പൊടി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാനായിട്ടാണ് നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മാവിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ ഐസിങ് ബാഗില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. ഇനി ഏതായാലും നമ്മൾ കൂട്ട് റെഡിയാക്കി കഴിഞ്ഞതല്ലേ, നമുക്ക് പാലിൻ്റെ കവർ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. പാലിൻ്റെ കവറ് നല്ലതുപോലെ തുടച്ചിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്ക് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് നമ്മുടെ മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതാ അറ്റത്ത് ഇനി പരസ്പരം ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ ഒരു കവറ് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ വെക്കുക. നമ്മുടെ ഈ പാനിൽ കൊള്ളാവുന്നത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. ഇപ്പം എന്താ നല്ലൊരു യെല്ലോയിഷ് കളറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അതേ പാനിൽ തന്നെ അങ്ങനെ വെക്കാം. ശേഷം നമുക്ക് ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു മാവിൽ നിന്ന് എനിക്ക് ഇത്രയും ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. ഞാനിതൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മുടെ പുറത്ത് നിന്ന് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടേക്ക് കെയർ.